സൗമ്യ, ഇവർക്കാണെങ്കിൽ എന്താണ് ഇവർക്ക് കുറച്ച് ബുദ്ധി കുറവുണ്ടായിരുന്നു പറയുന്നുണ്ട്. ഇവർ ദേഷ്യപ്പെടുമ്പോൾ അങ്ങേയറ്റ പൊട്ടിത്തെറിക്കുന്ന ഇപ്പൊ നമുക്കൊരു വ്യക്തിപരമായ നമ്മുടെയൊക്കെ വീടുകളുണ്ടാവില്ലേ, എന്താണ് ഒരു പരിധിയിൽ കൂടി ദേഷ്യമുള്ള മനുഷ്യർ, പരമാവധി ഒരു പാത്രമൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്ന മനുഷ്യർ ഒക്കെ നമുക്ക് നേരിട്ടറിയാമായിരിക്കുമല്ലോ. പക്ഷെ സ്വാമി ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഇപ്പൊ പറയുന്നത് സുഭാഷ് എന്ന് പറയുന്ന ആൾ നല്ല ആളാണ്, സുഭാഷിന്റെ അനിയന്മാർ ഈ കുഞ്ഞിനെയൊക്കെ നോക്കുന്ന നല്ല എന്ന് പറഞ്ഞാൽ ഒരു 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 മിഡിൽ ക്ലാസ് ഫാമിലി ഏത് രീതിയിൽ സമാധാനമായും ശാന്തിയോടെയും ജീവിച്ചു പോകുന്നോ, ഇവരുണ്ടാക്കുന്ന ചില അവിഭാജ്യത പ്രശ്നങ്ങളല്ലാതെ അങ്ങനെ 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 വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ കലാപങ്ങളോ അല്ലെങ്കിൽ ഭാര്യാഭർത്ത് വഴക്കോ അതിനുള്ള ആരെങ്കിലും ഒക്കെ പറയണമല്ലോ ഡോക്ടർ സൗമ്യ. അങ്ങനെ ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഞാനോടാ പറഞ്ഞത്, നമ്മളിപ്പോ പറയുന്ന പോലെ നമുക്ക് ദേഷ്യം വരുമ്പോ എടുത്തോ എറിയുന്നു, ഷൗട്ട് ചെയ്യുന്നു, ഇതൊക്കെ ഒരു സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അത് ആ ഒരു എക്സ്ട്രീമിറ്റിക്ക് എത്തിയില്ല, എക്സ്ട്രീം അവസ്ഥയിലേക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യന്മാരും ഡോക്ടർ മോഹൻ റോയ്ക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, പല രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അവർക്ക് സിവിയർ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഈവൻ സൈക്കോസിസ് വരെ. ഇപ്പൊ സൈക്കോസിസിലൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് പല സന്ദർഭങ്ങളിലും ഇവരിത് കരുതിക്കൂട്ടി ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇമ്പൾസീവ് ആയിട്ട് അവർ പലതും ചെയ്യാം. കാരണം ഞാനൊരു സാധ്യത പറയുകയാണ്, ആ കുട്ടിയെ ചിലപ്പോ അംഗനവാടിയിൽ നിന്ന് നഴ്സറിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് ഈ ചിന്ത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയില്ല. സൈക്കോട്ടിക് പ്രോബ്ലംസ് ഉള്ള ആളുകളില് പലതരത്തിലുള്ള ഡെലൂഷൻസും ഹാലുസിനേഷൻസും, അവർക്ക് പല ശബ്ദങ്ങൾ കേൾക്കുന്ന പോലെ തോന്നും, പലരും അവരോട് സംസാരിക്കുന്ന പോലെ തോന്നും, അങ്ങനെ പല ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ടുകളും അവർ പെട്ടെന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള പല മാനസിക പ്രശ്നങ്ങളും ഉള്ള ആളുകൾ, സ്ത്രീകൾ, അമ്മമാർ നമുക്കിടയിലുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവർ ചെയ്തു? ഇപ്പോ അവരെ കുട്ടിയോടുള്ള വെറുപ്പ് കൊണ്ട് ചെയ്തു, അവരൊരു പ്രതികാര നടപടിയായിട്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അത് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് വളരെ മാനസിക രോഗം പരിശോധിക്കണം. പക്ഷെ ടോർച്ചുകൊണ്ട് അടിക്കുന്നുണ്ട്, അമ്മ അടിച്ച് ഈ കുഞ്ഞിന്റെ നെഞ്ചത്ത് തുടർത്ത പോലെ പാട് വരുന്നുണ്ട്, ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നുണ്ട് തുടങ്ങിയ കുറച്ച് മുന്നനുഭവങ്ങൾ കൂടി ഉള്ളപ്പോൾ ഇമ്പൾസീവ് ആയിരുന്നോ ആ ക്രൂര നൃത്യം എന്നുള്ളത് സംശയമുണ്ട്. അതിരികത്തോടെ വളരെ